രാത്രി എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാണ്ട് നിന്നപ്പോൾ ഞാനാണെങ്കിൽ ഒന്ന് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത്. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്ന്. ഞാൻ അതും ആലോചിച്ച് പുറത്തിറങ്ങി. വീട്ടിലകത്തേക്ക് കയറിയപ്പോൾ എന്തോ കുറേ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഞാൻ അവിടെയൊക്കെ എല്ലായിടത്തും നോക്കിയിട്ട് ഒന്നും കാണാനില്ല. ഇവിടെ ഒന്നും നോക്കിയിട്ടാണെങ്കിൽ ആരും കാണാനില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കാനല്ലാണ്ട് വേറെ ആരും എനിക്ക് കാണാൻ പോയിട്ടില്ല. ഇനി രാവിലെ ആവണവരെ എങ്ങനെ നേരം വെളുപ്പിക്കുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. എന്തായാലും നല്ല പേടിയാവുന്നുണ്ട്. വല്ല പ്രേതമോ മറ്റോ വല്ലതും വരുവാണെങ്കിൽ പിന്നെ ഞാനാണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളു. വീട്ടിൽ ഒറ്റയ്ക്ക് എങ്ങനെ ഇനി രാവിലെ വരെ ഇരിക്കുമെന്ന് ഒരു പിടിയും ഇല്ലാണ്ട് നിൽക്കുക. എന്നാൽ പുറത്തേക്ക് പോകാമെന്നാണ് ഇപ്പം എൻ്റെ മൈൻഡിൽ പറയുന്നത്. ഞാൻ പുറത്തേക്ക് പോകണേ. പുറത്തേക്ക് പോകാനാണെങ്കിൽ വണ്ടിയിലാണെങ്കിൽ പെട്രോളില്ല. കൂട്ടുകാരന്മാരെ വിളിച്ചാലും അവന്മാരാണെങ്കിൽ ഫോൺ എടുക്കത്തുമില്ല. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് അവർ നടന്നു. അപ്പോഴാണ് ഒരു ചേച്ചി അപ്പുറത്ത് നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, 2 ഇടിയും കൊടുത്തപ്പോൾ ആ ചേച്ചി ബോധം കെട്ടവിടെ വീണു. ഞാനാണെങ്കിൽ പേടിച്ചും പോയി. ഞാൻ തിരിച്ചോടി അടുത്ത ചേച്ചിയുടെ അടുത്ത് വണ്ടി എന്താന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പോയതാ. ആ ചേച്ചി കഴിഞ്ഞിട്ട് ഇടിയായി. പിന്നെ ആ ചേച്ചി എൻ്റെ പുറകെ വന്ന് കള്ളനാണെന്ന് ചോദിച്ചു. ഞാൻ മോഷ്ടിക്കാൻ ചെന്നാണെന്ന് ചോദിച്ചു. ആ ചേച്ചി എൻ്റെ പുറകെ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ കിടന്ന് വെച്ചാൽ വണ്ടി കിട്ടിയോണ്ട് ഞാൻ വണ്ടി എടുക്കാൻ ഓടി. ആ ചേച്ചിയാണെങ്കിൽ എൻ്റെ പുറകെ ഒന്നും മാറണമില്ല. ഞാൻ ആ വണ്ടി എടുക്കാൻ വണ്ടിയിൽ കയറി അങ്ങോട്ട് വിട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയിലും കയറി. പിന്നെ ഞാനാണെങ്കിൽ ഒന്നും നോക്കിയില്ല. വണ്ടിയിൽ കയറി അങ്ങോട്ട് വെച്ച് പിടിച്ച്. വണ്ടിയിൽ കയറിയായിട്ട് ഈ ചേച്ചിയാണെങ്കിൽ പുറകെ ഒന്നും മാറുന്നുമില്ല. വണ്ടിയിൽ കയറി അവിടെ വരെ പോയപ്പോൾ പിന്നെയും പുറകെ വന്നു. ഞാനങ്ങോട്ട് വണ്ടിയും കത്തിച്ചങ്ങോട്ട് വിട്ടു. ഭാഗ്യം, എന്തോ ഒരു ഭാഗ്യത്തിന് ആ ചേച്ചി അവിടെ നിന്ന്. ഇനി രാവിലെ വരെ നേരം വെളുക്കാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നും അറിയത്തില്ല. വണ്ടി എടുത്തിട്ട് എവിടെയെങ്കിലും പോയാലും അടിക്കാനാണെങ്കിൽ കയ്യിൽ 10 പൈസ ഇല്ല പെട്രോൾ അടിക്കാനായിട്ട്. പെട്രോളിനാണെങ്കിൽ ഒന്നാമത് വിലയും കൂടുതലാണ്.